بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഹസറിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാശറയുടെ അവസ്ഥയെക്കുറിച്ച്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി, ജനങ്ങളെ ഹാജരാക്കപ്പെടും ഖിയാമത്തിന്റെ ദിവസം, അലാ അർളിൻ ബൈളാ, വെളുത്ത ഒരു ഭൂമിയിൽ, അഫ്റാ, അഫ്റാ എന്ന് പറഞ്ഞാൽ ചെറിയ തവിട്ട് കളറുള്ള ഒരു സൈസ് വെളുപ്പ് നിറവാണ്. ആ ഭൂമിയിൽ ജനങ്ങൾ മുഴുവൻ ഹാജരാക്കപ്പെടും. കുറുസിൻ നഖിയ്യ്, ആ ഭൂമിയുടെ വിശേഷണം പറയുകയാണ്. കുറുസിൻ നഖിയ്യ്, തെളിഞ്ഞ, നല്ല തെളിച്ചെടുത്ത മാവിൻ്റെ പരന്ന റൊട്ടി പോലെ. കുറുസ് എന്ന് പറഞ്ഞാൽ പരന്ന റൊട്ടി, നഖി തെളിച്ച മാവിൽ നിന്നെടുത്ത. ലൈസഫിയ, അതിലില്ല മഅലമുൻ ലിഅഹദിൻ, ആരുടെയും അടയാളമില്ല, വിരൽ പാഞ്ഞ അടയാളമോ ഒന്നുമില്ല. ആ രൂപത്തിൽ ശരിക്കും നിരപ്പായ പരന്ന റൊട്ടി പോലെ ആയിരിക്കും ഭൂമി. ഖാല റാവി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, വൽ ഉഫ്റത്തു, ഉഫ്റത്ത് എന്ന് പറഞ്ഞാൽ ബയാദുൻ ലൈസ ബിനാസിഉൻ, അത് ബയാദാണ്, അത്ര തെളിഞ്ഞതല്ലാത്ത ബയാദ്, ഒരു സൈസ് കലർപ്പുള്ള ബയാദ്, വെളുപ്പ്. നഖിയു, നഖി എന്ന് പറഞ്ഞാൽ ഹുവൻ നഖിയു അനിൽ ഖിശ്രി, തൊലിയെ തൊട്ട് നീക്കി പൊടിച്ചെടുക്കപ്പെട്ടത്, ശുദ്ധിയാക്കപ്പെട്ടത്. വൻ നുഖാലത്തി, തവിടിനെ തൊട്ടും, തവിടെല്ലാം നീക്കി ശുദ്ധിയാക്കപ്പെട്ട മാവ്. മഅലം എന്ന് പറഞ്ഞാൽ ഐ ലാ ബിനാ യസ്തുറു, യുസ്തറു, മറയ്ക്കപ്പെടുന്നതായ ഒരു ബിനാ ഇല്ല, അല്ലെങ്കിൽ യസ്തുറു, മനുഷ്യനെ മറയ്ക്കുന്ന, മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറയ്ക്കുന്ന ഒരു കെട്ടിടം അവിടെയില്ല. വലാ തഫാവുത്ത്, ഏറ്റക്കുറിച്ചിൽ കയറ്റിറക്കമില്ല. യറുദ്ദുൽ ബസറ, കണ്ണിന്റെ കാഴ്ചയെ തടയുന്ന ഏറ്റക്കുറിച്ചിലില്ല, എല്ലാം നിരപ്പായിരിക്കും. വലാ തളുന്നന്ന, നീ വിചാരിക്കുകയേ ചെയ്യരുത്, അന്ന തിൽക്കൽ അർള, ആ ഭൂമി മിസ്ലു അർളി ദുന്യ, ദുന്യാവിലെ ഭൂമിയെ പോലെയാണെന്ന് നീ വിചാരിക്കരുത്. ബൽ, മറിച്ച്, ലാ തുസാബിഹ, ഇത് ദുന്യാവിലെ ഭൂമിയോട് തുല്യമാകത്തില്ല, ഇല്ലാ ഫിൽ ഇസ്മി, വെറും പേരിലല്ലാതെ. ഖാല തആല, തെളിവ്, അല്ലാഹു തആല പറഞ്ഞു, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, യൗമ തുബദ്ദലുൽ അർളു, ഭൂമിയെ വ്യത്യാസപ്പെടുത്തപ്പെടുത്തുന്ന ദിവസം, ഗൈറൽ അർളി, ഇപ്പോഴത്തെ ഭൂമി അല്ലാത്ത രീതിയിൽ മറ്റൊരു ഭൂമിയായി മറിക്കപ്പെടുന്ന ദിവസം, വസ്സമാവാത്തു, ആകാശങ്ങളെയും മറിക്കപ്പെടുന്ന ദിവസം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യസ്ദാദു ഫിയ, ഭൂമിയിൽ ചില ഭാഗത്ത് വർധനവുണ്ടാവും, വയങ്കസു, ചില ഭാഗത്ത് ചുരുങ്ങും. കുഴിയുള്ള ഭാഗത്ത് പിന്നെ കുന്നാകും, കുന്നുള്ള ഭാഗത്ത് ഇടിച്ച് കുഴിയാക്കും, നിരപ്പാക്കും. വതദ്ഹബു അസ്ജാറുഹ, ആ ഭൂമിയിലെ വൃക്ഷങ്ങളെല്ലാം പൊയ്പോകും. വജിബാലു, മലകൾ പോകും. ഔദിയത്തുഹ, അവിടുത്തെ മലഞ്ചരിവുകൾ, മലഞ്ചരിവിന്റെ ഒഴുകുന്ന ഭാഗം, അതിനാണ് വാദി എന്ന് പറയുന്നത്. മലഞ്ചരിവിലൂടെ ഒഴുകുന്ന തോടെന്നൊക്കെ പറയാം. അതെല്ലാം നഷ്ടപ്പെടും, ഒന്നും ഉണ്ടാവില്ല. വമാഫിയ, അവിടെയുള്ള ആ ഭൂമിയിലുള്ള ഒരു വസ്തു ഉണ്ടാകത്തില്ല. തുമദ്ദു, ആ ഭൂമിയെ നീട്ടപ്പെടും. മദ്ദൽ അദീമിൽ ഉക്കാദി, ഉക്കാദി ചന്തയിൽ വിൽക്കാൻ പഠിച്ചിരിക്കുന്ന നല്ല തോല് പോലെ, തോലിനെ വലിച്ചു നീട്ടുന്നത് പോലെ ആ ഭൂമിയെ ഇങ്ങനെ പരത്തപ്പെടും. ജനങ്ങളുടെ മുമ്പിൽ അത് പരന്നിരിക്കും. അത് ഉരുട്ടിയവനും പരത്തിയവനും എല്ലാം യജമാനനാണ്, അവന്റെ ഇഷ്ടം പോലെ. അതാണ് പറയുന്നത്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി. അർളുൻ, അതൊരു ഭൂമിയാണ്, ബൈളാഉൻ, വെളുത്ത ഭൂമിയാണ്, മിസ്ലൽ ഫില്ലത്തി, വെള്ളി പോലെ വെളുത്തത്. ലം യുസ്ഫക് അലിഹ ദമുൻ, അവിടെ രക്തം കുത്തിച്ചെറിയപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഭൂമി. ഈ ഭൂമിയിൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുണ്ട്, അവിടെ അതില്ല. വലം യുഅമ്മൽ അലിഹ ഖതിയത്തുൻ, അവിടെ പാപങ്ങൾ ചെയ്യപ്പെട്ടിട്ടില്ല, അവിടെ പാപങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് സ്ഥലമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സമാവാത്തു, ആകാശങ്ങളാണെങ്കിൽ, തദ്ഹബു ശംസുഹ വ ഖമറുഹ, അവിടെയുള്ള ശംസ് പൊയ്പോകും, അവിടെയുള്ള ഖമർ പൊയ്പോകും. വനുജൂമുഹ, അവിടുത്തെ നക്ഷത്രങ്ങളെല്ലാം പോകും. ഫൻദുർ യാ മിസ്കിൻ, സാധുവായ മനുഷ്യ, നീ ചിന്തിക്ക്, ഫി ഹൗലി ദാലിക്കൽ യൗം, ആ ദിവസത്തിന്റെ ഭയാനകതയിൽ, വസിദ്ധത്തി, അതിന്റെ കാഠിന്യതയിൽ നീ ചിന്തിക്ക്. ഫൈനു, കാരണം, ഇദജിത്തമഅൽ ഖലായിഖു, സൃഷ്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാൽ, അലാ ഹാദ സഈദി, ആ ഭൂമുഖത്ത് ഒരുമിച്ച് കൂടിയാൽ, തനാസർത്ത് മിൻ ഫൗഖിഹിം, അവരുടെ മീതെ, അവരുടെ മുകളിലൂടെ ഉതിർന്നു വീഴും. നുജൂമുസ്സമായി, ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും.
തുമിസ ഷംസു വൽ കമറു, സൂര്യചന്ദ്രന്മാരെ അതിന്റെ പ്രകാശം അണയ്ക്കപ്പെടും. ഉദ്ലിമത്തിൽ അറുതു, ഭൂമി പിന്നെ ഇരുട്ടാക്കപ്പെടും. ലിഹുമൂദി സിറാജിയ, അത് വിളക്കുകളൊക്കെ അണഞ്ഞു പോയ കാരണത്താൽ. അങ്ങനെ ഫബൈനാഹും കദാലിക, അവരങ്ങനെ ആയിരിക്കെ ഇത് അന്നേരത്ത് ദാറത്തി സമാഉ മിൻ ഫൗഖി റൂസിഹിം, അവരുടെ ശിരസുകളുടെ ഭാഗത്തിലൂടെ ആകാശം ഇങ്ങനെ ചുറ്റിത്തിരിയും. എന്നിട്ടോ വൻഷക്കത്ത്, അത് പൊട്ടിക്കീറും. മാഗൽദിഹ, നല്ല കട്ടിയുള്ളതാണ്, അത് പെട്ടെന്ന് കീറുന്നതല്ല. അങ്ങനെ ആയതോടുകൂടി അത് കീറും. സിദ്ധത്തിയ, നല്ല കടുപ്പമുള്ളതാണ് ആകാശം. അങ്ങനെ ആയതോടുകൂടി അത് കീറും. ഹംസമേത്ത് ആമീൻ, ആ കീറല് 500 വർഷം നീണ്ടു നിൽക്കും. മഹ്ശറയിലെ 50,000 വർഷം അല്ലേ ഈ പറയുന്നത്, ആ കീറല് തന്നെ 500 വർഷം നീണ്ടു നിൽക്കും. വൽ മലായികത്തു ഖിയാമുൻ, മലക്കുകൾ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അലാ ഹാഫാത്തിഹ, അതിൻ്റെ ചുറ്റുപാടിലും. വാർജായ, അതിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി മലക്കുകൾ ഇങ്ങനെ നിൽക്കുകയായിരിക്കും കാവലായിട്ട്. ഫയാ ഹൗല സൗത്തിൻ ഷിഖാഖിഹ, ആ ഭൂമി കീറുമ്പോഴുള്ള ശബ്ദത്തിന്റെ ഭയാനകതയെ എന്തൊരവസ്ഥയായിരിക്കും. ഫി സംഹക്ക, നിന്റെ കേൾവിയിൽ എന്തൊരു ഭയാനകമായിരിക്കും. വയാ ഹൈബത്തൻ, ഭയമേ, ലി യൗമിൻ തൻഷഖു ഫീഹി സമ, ആകാശം വിണ്ടുകീർ പോകുന്ന ആ ദിവസത്തിന്റെ ഉണ്ടാകുന്ന ഭയപ്പാടെ. മാ സലാബത്തിഹ, ആ ഭൂമി നല്ല ആകാശം നല്ല ഉറച്ചതായതോടുകൂടെ, വസിദ്ധത്തി, ആ കഠിനമായതോടുകൂടെ അത് വിണ്ടുകീറുന്ന ആ ദിവസത്തിന്റെ ഭയാനകതയെ. പിന്നീട് തൻഹാറു, ആ ആകാശമെല്ലാം ഇങ്ങനെ നെഹ്റു പോലെ ഒലിക്കും. അതായത് ഉരുകി ഒലിക്കും. തസീലു കൽഫില്ലത്തിൽ മുദാബത്തി, ഉരുക്കപ്പെട്ട വെള്ളി പോലെ അതിങ്ങനെ ഒഴുകും. തുഹാര് തുഹ, അതിൽ കലരും. സഫ്രത്തുൻ, മഞ്ഞ കളറ്. ഫസാറത്ത്, അങ്ങനെ അതാകും. വർദ്ധത്തൻ, റോസപ്പൂവിന്റെ കളർ പോലെയാകും. ഗദ്ദിഹാനി, കുഴമ്പ് പോലെ, കുഴമ്പ് പരുവത്തിലാകും ആകാശം. തക്കൂനു സമാഉ കൽ മുഹിൽ വതക്കൂനുൽ ജിബാലു കൽ വഹിൻ, അതാണ്. വസാറത്തി സമാഉ കൽ മുഹിൽ, മുഹില് പോലെയാകും ആകാശം. ഏതുപോലെയാകും? മുഹില് പോലെയാകും. മുഹില് എന്ന് പറഞ്ഞാൽ പിന്നെ ഉരുകിയ ലോഹം, അതിനാണ് മുഹിൽ എന്ന് പറയുന്നത്. വസാറത്തിൽ ജിബാലു കൽ വഹിൻ, മലകളായിത്തീരും. വഹിന് പോലെ ആയിത്തീരും, കടഞ്ഞ പഞ്ഞ് പോലെ ആയിത്തീരും. കടഞ്ഞ രോമം പോലെ എന്ന് അർത്ഥം വയ്ക്കാം, പഞ്ഞ് പോലെ എന്നും പറയാം. അതുപോലെയായി പോകും മലകളെല്ലാം. അതാണ് അവസ്ഥ. വസ്തബക്കന്നാസു, ജനങ്ങൾ കൂടിക്കലരും. കൽ ഫറാഷിൽ മബ്സൂസി, പറന്നു നടക്കുന്ന പറത്തപ്പെട്ട പിന്നെ ഈയാമ്പാറ്റകളെ പോലെ ജനങ്ങൾ ഇങ്ങനെ കൂടിക്കലരും. വഹും ഹുഫാത്തുൻ ഉറാത്തുൻ മുഷാത്തുൻ, അവര് ചെരുപ്പില്ലാത്തവരായിരിക്കും, നഗ്നന്മാരായിരിക്കും. മുഷാത്തുൻ, അവരിങ്ങനെ കാൽനടക്കാരായിരിക്കും. അവർക്ക് വാഹനങ്ങൾ ഉണ്ടാവില്ല, ഇന്നോവ ഉണ്ടാവുകയില്ല, ഒരു വാഹനവും ഉണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകർ അരുളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുബഅസുന്നാസു, ജനങ്ങളെ ഹാജരാക്കപ്പെടും. ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, നേരത്തെ വന്നതുപോലെ നഗ്നപാതരായ നിലയിൽ, നഗ്നരായ നിലയിൽ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായ നിലയിൽ. ഖദ് അൽജമഹും അവൽ അറക്കു, വിയർപ്പ് അവരെ കടിഞ്ഞാനിടും. ബലഗ, ആ വിയർപ്പ് എത്തിച്ചേരും. ഷുഹൂമൽ അദാനി, ചെവിയുടെ ഷഹമത്ത്, അതിന്റെ ചെവിയുടെ ഈ ചോണ വരെ വിയർപ്പ് അവരെ മുക്കും. കാലത്ത് സൗദാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനപ്പെട്ട സൗദാ ബീവി, റാബിയത്തുൽ ഹദീസ്, ഈ ഹദീസിന്റെ റാബി, അവർ പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വാ സൗഅത്ത, എന്തൊരു മോശമായിരിക്കും. യൻദുറു ബഅദുനാ ഇലാ ബഅദിൻ, ചിലരിലേക്ക് നോക്കൂലേ നമ്മളിവിടെ ചിലർ, അപ്പം ഔറത്തെല്ലാം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. ഫഖാല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ശുഗുലുന്നാസി, അത് ജനങ്ങളുടെ ജോലി, അൻദാരിക, അതിനെയും വിട്ട്, ബിഹിം, അവരുമായിട്ടായിരിക്കും. സ്വന്തത്തിനോടുള്ള നഫ്സിയുടെ കാര്യമേ ഉണ്ടാവുകയുള്ളൂ, വേറൊന്നും കാണാൻ അവർക്ക് സമയം ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ലികുല്ലിം റിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി, ലികുല്ലിം റിഇം മിൻഹും, അവരിൽപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ട് ആ ദിവസം ശഅ്നുൻ, ഓരോ ജോലി. ആ ജോലി യുഗ്നി, അവനെ മറ്റു കാര്യങ്ങളിൽ നിന്നും വ്യാപൃതനാക്കും. അവൻ അതിൽ തന്നെ വ്യാപൃതനായി മറ്റുള്ളതെല്ലാം മറന്നുപോകും. ഫഅളിം ബി യൗമിൻ, ഒരു ദിവസം എത്രയോ ഭയാനകം. തൻകശിഫു ഫീഹിൽ ഔറാത്ത്, അന്ന് ഔറത്തുകളൊക്കെ വെളിവാകും. വയുമനു ഫീഹി മഅദാലിക, വയുമനു ഫീഹി, ആ ദിവസത്തിൽ നിർഭയമാക്കപ്പെടും. മഅദാലിക, അതെല്ലാം കാണപ്പെടുന്നതോടുകൂടെ അന്നല്ലർ നെലറിനെ നിർഭയമാക്കപ്പെടും. നെലറിനെ തൊട്ട് അവകളെ നിർഭയമാക്കപ്പെടും. വൽ ഇൽത്തിഫാത്ത്, തിരിഞ്ഞു നോക്കുന്നതിനെ തൊട്ടും. അഥവാ ആ ദിവസത്തിന്റെ ഭയാനകത നിമിത്തം നോക്കാനോ തിരിയാനോ മനുഷ്യന് സാധിക്കുകയില്ല.
കൈഫ എങ്ങനെയാണ്? ബഅദുഹും അവരിൽപ്പെട്ട ചിലർ യംശൂന അലാ ബുത്തൂനിഹിം വയറ്റിൽ അവർ ഇഴഞ്ഞു വരും, വവുജൂഹിം അവരുടെ മുഖം കൊണ്ട് മുഖം കുത്തി അവർ വലിഞ്ഞു വരും. ഫലാ ഖുദ്റത ലഹും അവർക്കൊരു ഖുദ്റത്തും ഉണ്ടാവുകയില്ല അലൽ ഇൽത്തിഫാത്ത് ഇലാ ഗൈരിഹിം മറ്റൊരാളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് ഒരു ഖുദ്റത്തും ഉണ്ടാകും. തിരിഞ്ഞു നോക്കിയെങ്കിലല്ലേ അവിടുത്തെ കാണുള്ളൂ. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ ജനങ്ങളെ ഹാജരാക്കപ്പെടും സലാസത്ത അസ്നാഫിൻ 3 വിഭാഗങ്ങളായി. റുക്ബാനൻ വാഹനത്തിൽ കയറി വരാൻ നിലയിൽ, അള്ളാഹു നമ്മൾ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഷാത്തൻ നടന്നവരാൻ നിലയിൽ, വഅലാ ഉജി മുഖങ്ങളിൽ വലിച്ചടിക്കപ്പെട്ടവരാൻ നിലയിൽ. ഫഖാല റജുലുൻ അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു യാ റസൂലല്ലാഹ് വകൈഫ യംശൂന അലാ വുജൂഹി എങ്ങനെയാണ് നബി അവരുടെ മുഖങ്ങളിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഖാല അവിടുന്ന് അരുളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അമശാഹു അവരെ നടത്തിയ പടച്ചവൻ അല അഖ്ദാമിഹിം അവരുടെ കദമുകളുടെ മേൽ നടത്തിയ പടച്ചവൻ ഖാദിറുൻ അവൻ കഴിവുള്ളവനാണ് അല അൻ യുമശ്ശിഹും അവരെ നടത്തുന്നതിന്റെ മേൽ അല വുജൂഹി മുഖത്തിന്റെ മേലും നടത്തുന്നതിന്റെ മേലും. കാല് നടത്തിയതാരാ? അവൻ തന്നെ മുഖത്തിന്റെ മേലും നടത്തും. ഫി തബഉൽ ആദമി എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലി പറയാണ്, ഫി തബഉൽ ആദമി മനുഷ്യന്റെ പ്രകൃതിയിലുണ്ട് ഇൻകാറു കുല്ലിമാ ലം യഅനസ് ബിഹി അവർക്ക് ഇണങ്ങിച്ചേരാത്തതിനെല്ലാം നിഷേധിക്കുക എന്നുള്ളൊരു പ്രകൃതം മനുഷ്യനുണ്ട്. അപ്പൊ ഇത് അവൻ ചിന്തിച്ച അവന് മനസ്സിലാവില്ല. വലൗലം യുഷാഹിദുൽ ഇൻസാനു ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലെങ്കിൽ അൽ ഹയ്യത്ത് പാമ്പിനെ വയ്യ തംശി അത് നടക്കുന്ന നിലയിൽ അലാ ബത്നി അതിന്റെ വയറ്റിന്റെ മേൽ ഇഴഞ്ഞിട്ട് എങ്ങനെയാ നടക്കുന്നത്? കൽ ബർക്കിൽ ഹാത്തിഫി മിന്നൽ പിണർ പോലെ നടക്കുന്നു. അങ്ങനെ ഒരു പാമ്പിനെ പറ്റി പറഞ്ഞാൽ അങ്കറ തസവുറൽ മഷീ നടക്കുന്നതിനെ മനസ്സിൽ സങ്കല്പിക്കലിനെ അവൻ ഇൻകാര് ചെയ്യും. അലാ ഗൈരി രിജിൽ കാലില്ലാണ്ട് ഇങ്ങനെ നടക്കാൻ കഴിയുമെന്ന് നാം വിചാരിക്കും, പാമ്പിന്റെ നടത്തം കണ്ടിട്ടില്ലാത്തവൻ. വൽ മഷീബിർ രിജിലി ഐലൻ മുസ്തബഅദുൻ കാല് കൊണ്ടുള്ള നടത്തം തന്നെ എന്താണ്? അത്ഭുതകരമാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് വിദൂരമാണ്. ഇന്ദമൻ ഒരാളുടെ അടുക്കൽ ലം യുസാഹിദ് ദാലിക അതവൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ നിന്നെ നീ സൂക്ഷിക്കുക. അൻതുങ്കിറശീൻ ഒരു വസ്തുവിനെ നിഷേധിക്കുന്നതിനെ തൊട്ട് മിൻ അജാഇബി യൗമിൽ ഖിയാമത്തി ഖിയാമത്തിന്റെ അത്ഭുതങ്ങളിൽ നിന്ന് ഒന്നിനെ നിഷേധിക്കുന്നതിനെ തൊട്ട് നിന്നെ നീ സൂക്ഷിക്കുക. കാരണം ലി മുഖാലഫത്തിഹി അത് ആ ദിവസം എതിരാണ്. ഖിയാസ മാഫി ദുന്യാവിലുള്ള ഒന്നിനോട് താരതമ്യപ്പെടുത്തുന്നതിന് എതിരാണ്. ദുന്യാവുമായിട്ട് താരതമ്യപ്പെടുത്താനേ സാധ്യമല്ല. പൈനക നിശ്ചയം നീ ലൗലം തക്കുൻ കത് ഷാഹത്ത അജായിബ ദുന്യാവിന്റെ അജീബുകളെ നീ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് ഉരുളത്താലേക്ക് നിന്റെ മേൽ അതിനെ വെളിവാക്കപ്പെട്ടു. അജായിബിനെ കണ്ടിട്ടില്ല, പക്ഷെ നിന്റെ മുമ്പിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ടു. കബിലൽ മുഷാഹത്ത് കാണുന്നതിന് മുമ്പ് അവൻ ലക്കുന്ത അശബ്ദ ഇൻകാറന്റെ നീ അതിനെ വല്ലാതെ നിഷേധിക്കുന്നതിനായിത്തീരും. അതുകൊണ്ട് ഫാഹുറഫിയ കൽബിക്ക നിന്റെ കൽബിൽ നീ ഹാജരാക്ക് സൂറത്തൊക്കെ നിന്റെ ആ രൂപത്തെ വാന്ത വാക്കിഫുൻ ആര്യൻ നഗ്നനാതിരെ നിൽക്കുന്ന അവസ്ഥയിലുള്ള നിന്റെ ആ രൂപം മക്സൂഫൻ അവർത്ത് വെളിവാക്കപ്പെട്ടവനായ നിലയിൽ ദലീലൻ നിന്യനായ നിലയിൽ മദ്ഹൂറൻ മുതഹയ്യിറൻ മബ്ഹൂതൻ പരിഭ്രാന്തനായ നിലയിൽ മുൻതളിറൻ ലിമാ യജ്രി അലൈക നിന്റെ മേൽ വരാൻ പോകുന്ന ഒന്നിനെ പ്രതീക്ഷിച്ചവനായ നിലയിൽ മിനൽ ഖളാഇ വിധി എന്താ വിധി? ബി സആദത്തി വിജയം കൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔ ബി ശഖാവത്തി അല്ലെങ്കിൽ ശഖാവത്ത് പരാജയം കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അവസ്ഥയെ നീ മനസ്സിൽ വലുതാക്കി വെക്കും, മഹത്വമാക്കി ഭയാനകമാക്കി സൂക്ഷിക്കും മനസ്സിൽ. കാരണം ഫൈന്നഹാ അദീമത്തുൻ ഇത് അദീമത്താണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.